ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മുടെ വാൻഡർ വേവ്സിൻ്റെ തായ്ലൻഡ് സീരീസ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തു. 6 മണിക്കായിരുന്നു ബസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബസ് A1. അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബസ് സ്റ്റേഷനിലേക്കുണ്ട്. അങ്ങനെ മോച്ചിത് ബസ് സ്റ്റേഷൻ എന്നാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ടൈമിങ്, ബസ്സിൻ്റെ ടൈമിങ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് 7-Eleven എന്ന് പറയുമ്പോൾ. നല്ല സൂപ്പർ മാർക്കറ്റാണ്, ഫുഡൊക്കെ കിട്ടും. ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ്. ബർഗറും സ്യൂഷി അല്ല, വേറൊരു സംഭവം. പിന്നെ ഇതായിരുന്നു നമ്മുടെ ബസ്, എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ അച്ഛനും അമ്മയും ഒരു സീറ്റിൽ, ഞാനും ചേച്ചിയും ഒരു സീറ്റിൽ. അങ്ങനെ ഞങ്ങൾ പട്ടായയിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഊബർ പോലെ അവിടെ ഒരു ആപ്പാണ് ഗ്രാബും ബോൾട്ടും. അത് നല്ല ആപ്പാണ്. അപ്പോൾ അതിൽ നമ്മളെ കറക്റ്റായിട്ടുള്ള പൈസയിൽ തന്നെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഗോൾഡൻ ബീച്ച് ഹോട്ടൽ പട്ടായയിൽ എത്തി. നല്ല ഹോട്ടലാണ്, നല്ല രസമുണ്ട്. നമ്മൾ 2 മണിക്കായിരുന്നു ഞങ്ങളുടെ ചെക്കിംഗ് ടൈം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദർബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അതിനുശേഷം ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി പോയി. അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലിലത്തെ ഒരു സംഭവം ആണ്. പിന്നെ ഇത് ഞങ്ങളൊരു മാളാണ്. പക്ഷെ ഇവിടേക്കായി വന്നതല്ല, ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ മാളിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. മാളിൻ്റെ പുറം ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഈ പാരാസൈലിങ്ങിന് പോകണമെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ബോട്ടിലാണ് പോകണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കും, ഞാനും ചേച്ചിയും അമ്മയും അപ്പുറത്തെ സൈഡിലിരിക്കും. ഇവിടെ കുറേ ഇങ്ങനത്തെ ജെറ്റ് സ്കി ഉണ്ട്, പിന്നെ ബനാന ബോട്ട് ഉണ്ട്, അതേപോലെ വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞങ്ങൾ കയറിയത് ജെറ്റ് സ്കി, ബനാന ബോട്ട്, പിന്നെ ഈ പാരാസൈലിംഗ്. അപ്പോൾ ഈ സ്പീഡ് ബോട്ട് ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേപോലെ ഇരിക്കും നമ്മളെ കൊണ്ടുപോവുക. അപ്പോൾ ഞാനും ചേച്ചിയാണ് ഇതിൽ പാരാസൈലിങ്ങിൽ കയറാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് പോയി, പേടിക്കൊന്നും വേണ്ട, നല്ല മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ചേച്ചിയാണ് ഫസ്റ്റ് പോണത്. അപ്പോൾ ചേച്ചി പോകുന്നുണ്ട്. അങ്ങനെ ചേച്ചി ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവർ പിടിക്കും. അപ്പോൾ അടുത്ത് ഞാനാണ് പോകാൻ പോണത്. അപ്പോൾ ചേച്ചിയുടെ അവരിങ്ങനെ ഫോട്ടോ എടുത്ത് തരും നമുക്ക്. എൻ്റെ കൂടെ എനിക്ക് അത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരാളും കൂടെയും എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 100 കിലോന് മേലെയുള്ള ആൾക്കാരെ ഇതിൽ കയറ്റില്ല. അതേപോലെ ഭയങ്കര വെയിറ്റ് കുറവുള്ള ആൾക്കാരെ കയറുണ്ടെങ്കിൽ അവർ വേറൊരാളും കൂടെ വിടും. അതിപ്പോൾ എനിക്ക് പിന്നെ കുറച്ചും പേടിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കയറിയപ്പോൾ വലിയ പേടിയൊന്നും തോന്നിയില്ല, നല്ല സൂപ്പറായി പോയി, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേടിയൊന്നുമില്ല, സന്തോഷമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
ആദ്യം ഭയങ്കര വെടിയിട്ട് ചാടിയവനെ കല്ലിടിച്ച്. എവിടെ ഇടിച്ച്? മറ്റേ ഇങ്ങനെ ബാക്കില് എന്തിനാണ് ഇങ്ങനെ വവ്വാല് ലൈൻ കമ്പിലാടുന്ന പോലെ നാടിയിരുന്നത്? അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബീച്ചിലേക്ക് പോകാൻ പോവായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ബോട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയത് പിന്നെ ജെറ്റ് സ്കീലായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഒരെണ്ണത്തിൽ പോയി, ഞാനും ചേച്ചിയും വേറൊരു ഗൈഡ് ആയിരുന്നു ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ ഈ അച്ഛൻ വലുതായതുകൊണ്ട് അച്ഛന് ഓടിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഓടിക്കാൻ പാടില്ല. അപ്പോൾ അതേ ഞങ്ങൾ വെറുതെ ഫോട്ടോ ഇങ്ങനെ എടുത്തു. അപ്പോൾ അതേ പിന്നെ ഞങ്ങളെ കൊണ്ടുപോയത് ഞങ്ങളെ ഗൈഡാണ്. അപ്പോൾ അതെ അവർ നല്ല ഞങ്ങളെ സ്പീഡിൽ ഇതൊക്കെ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ പോയത് ബനാന ബോട്ടിലായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചി ഒരെണ്ണത്തിൽ പോയി, അച്ഛനും അമ്മയും ഒരെണ്ണത്തിൽ പോയി. അപ്പോൾ ഫ്രണ്ടിൽ ജെറ്റ് സ്കീ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളെ ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ കയറ് നമ്മുടെ ബനാന ബോട്ടിൽ ഇങ്ങനെ കെട്ടിയിടാവും. അപ്പോൾ അവർ നല്ല സ്പീഡിൽ വലിച്ചുകൊണ്ടുപോയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് മറിച്ചിടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ പറയാം മറിച്ചിടുന്ന വേണ്ടത്. ഞാൻ നല്ല കരഞ്ഞ്, പക്ഷെ പേടിയായി നല്ല. പിന്നെ പോയത് അച്ഛനും അമ്മയാണ്. അപ്പോൾ അവർ നല്ല സൂപ്പറായി പോയി. അവർ പറഞ്ഞ് മറിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മ. അപ്പോൾ അവരെ നല്ല പതുക്കെ ഇടുമ്പോഴത്തേക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പതുക്കെ വലിച്ചുകൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ വെറുതെ ബീച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കിറങ്ങി. എന്നിട്ട് അവിടെ ഒരു ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ഇറങ്ങി കുളിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.